നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ ഒരു തംസ് അപ്പ് നൽകിയിട്ട് വേണം വീഡിയോ കണ്ടു തുടങ്ങാനെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമുക്കിനിയും ഈ പുതിയ വിഷയത്തിലേക്ക് കിടക്കാം. fastcry.com. ഫസ്റ്റ് ക്രൈ കേൾക്കുമ്പോൾ തന്നെ വളരെ ഇമ്പമുള്ളൊരു പേരാണ്. ആദ്യത്തെ കരച്ചിൽ, അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. നവജാത ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തായാലും നവജാത ശിശുക്കൾക്കും മറ്റ് കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും എല്ലാം നിർമ്മിച്ച് നൽകുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ പേരാണ് fastcry.com എന്നുള്ളത്. അവരുടെ ഓംനി ചാനലാണ്, ഓൺലൈൻ ചാനലിൻ്റെ പേരാണ്. അതിൻ്റെ പേരൻറ് കമ്പനിയായിട്ടുള്ള ബ്രെയിൻ ബീ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി ഇപ്പോൾ IPOയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അമ്മമാർക്കും ആവശ്യമുള്ള അനുബന്ധ സാധനങ്ങളും അവർ നിർമ്മിച്ച് ഇതുപോലെ ഓൺലൈനായിട്ട് നൽകുന്നുണ്ട്. കൂടാതെ അവർക്ക് സ്റ്റോറുകളുമുണ്ട്. ഓരോ സ്ഥലങ്ങളിലും അവർക്ക് സ്റ്റോറുകൾ കൂടിയുണ്ട്. അവിടെ നിന്ന് നേരിട്ടും വാങ്ങാവുന്നതാണ് ഫസ്റ്റ്ക്രൈയുടെ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഈ ബ്രെയിൻ ബീ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന പേരൻറ് കമ്പനിയുടെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമാന്യം തരക്കേടില്ലാത്ത ഒരു IPO ആണ്. 4193.73 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞുകൊള്ളട്ടെ, 1666 കോടി രൂപയാണ് ഇത് ഫ്രഷായിട്ട് ഉള്ള ഓഹരികളുടെ വിൽപ്പന വഴി അവർ റേസ് ചെയ്യുന്നത്. ബാക്കിയുള്ള തുകയെല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. നമുക്കപ്പോൾ ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ബ്രെയിൻ ബീ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി 2010 fastcry.com എന്ന ഈ ചാനൽ ആരംഭിക്കുന്നത്. അവരുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഈ ഒരു ചാനൽ വഴി വിറ്റഴിക്കാൻ തുടങ്ങി. കൂടാതെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഷോപ്പുകൾ, അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്. അതുകൂടാതെ ഫ്രാഞ്ചൈസി ഓൺഡായിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകൾ അവർ നൽകാൻ തുടങ്ങി. കൂടാതെ മറ്റ് ജനറൽ റീറ്റെയിൽ ഷോപ്പുകളിലും അവരുടേതായ ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ട് അവരുടെ പ്രോഡക്റ്റ് അതുവഴിയും വിറ്റഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ആസ്ഥാനം പൂനെയിലാണ്. ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 7500ഓളം ബ്രാൻഡുകളുടേതായിട്ട് 15 ലക്ഷത്തോളം ഐറ്റംസാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് അവരുടെ ഈ ഓൺലൈൻ ചാനൽ വഴിയായിട്ട്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാൻ, അതിൽ തന്നെ സ്വന്തം പ്രോഡക്റ്റുകൾ മാത്രമല്ല ഈ ചാനൽ വഴി അവർ വിൽക്കുന്നത്. പ്രമുഖമായിട്ടുള്ള മറ്റ് ഇന്ത്യൻ പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ ഗ്ലോബൽ പ്രോഡക്റ്റുകളും സമാനമായിട്ടുള്ള പ്രോഡക്റ്റുകളും അവർ ഈ ചാനൽ വഴി വിറ്റഴിക്കുന്നുണ്ട്. അവരുടെ ഈ മൊബൈൽ ആപ്പ്, ഏകദേശം ഫസ്റ്റ്ക്രൈ എന്നുള്ള മൊബൈൽ ആപ്പ് 12 കോടി പ്രാവശ്യമാണ് ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഫസ്റ്റ്ക്രൈ എന്നുള്ളതും അവരുടെ പ്രമുഖമായ മറ്റൊരു ബ്രാൻഡ് നെയിമായിട്ടുള്ള ബേബി ഹഗ് എന്ന പേരിലും 508ഓളം നഗരങ്ങളിലാണ് റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. അത് ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഫസ്റ്റ്ക്രൈയുടെ റീറ്റെയിൽ ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം. അവരുടെ കമ്പനിയുടെ സ്വന്തമായിട്ടും ഫ്രാഞ്ചൈസി മോഡലിലുള്ളതുമായിട്ടുള്ള ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇവർക്ക് റീറ്റെയിൽ ഷോപ്പുകളുണ്ട്. ബ്രെയിൻ ബീ സൊല്യൂഷൻസിന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പ്രൊമോട്ടേഴ്സിൻ്റെ പേര് കാണുന്നില്ല. അതായത് ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ് എന്ന് പറയാം. ഇതിൽ തന്നെ നമുക്ക് അറിയാം 4193.73 കോടി രൂപയ്ക്കുള്ളതാണ് ടോട്ടൽ ഇഷ്യൂ എങ്കിൽ അതിൽ 2527.73 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിക്ഷേപകരിൽ ചിലർ ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 2527 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നത് ആരാണെന്ന് നോക്കിയപ്പോൾ അതിൽ SVF ഫ്രോഗ് എന്ന് പറയുന്ന സോഫ്റ്റ് ബാങ്കിൻ്റെ ഒരു എൻറ്റൈറ്റിയാണ്. അവർ 25.55% ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 2.03 കോടി ഓഹരികൾ ഈ അവസരത്തിൽ അവർ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു നിക്ഷേപകൻ, അതായത് 10.98% ഇതിൽ ഹോൾഡിംഗ് ഉള്ള മറ്റൊരു നിക്ഷേപകരാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനി. അവർ 28.06 ലക്ഷം
ഓഹരികൾ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഓഫ് ലോഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ PI ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, ന്യൂ കോസ്റ്റ് ഏഷ്യ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ആപ്രിക്കോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സ്കോളേഴ്സ് ക്യാപിറ്റൽ, പിന്നെ നമ്മുടെ വെറ്ററനായിട്ടുള്ള ഇൻവെസ്റ്ററും ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ടുള്ള രത്തൻ ടാറ്റ, അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഓഫർ ഫോർ സെയിൽ ഇത്രയും വന്നത്. മറ്റ് ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ EPS -6.65 റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് -8.65%. അപ്പോൾ ഇത് രണ്ടും മൈനസാണ്. NAV 71.51. കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, മോർഗൻ സ്റ്റാൻലി, BOFA സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽസ് എന്നിങ്ങനെയാണ്. ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യയാണ്. നമുക്കറിയാം കമ്പനി 1666 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്നതെന്ന്. ആ പണം എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഒരു 140.7 കോടി രൂപ അവർ ബേബി ഹഗ് ബ്രാൻഡ് സ്റ്റോറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ ഒരു വെയർഹൗസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. 140.7 കോടി രൂപ. 116.5 കോടി രൂപ അവർ തന്നെ എടുത്തിട്ടുള്ള പല സ്റ്റോറുകളുടെയും ലീസ് ചാർജസ് പേയ്മെൻറ്റുകൾ കൊടുക്കാനാണ്, ലീസിൻ്റെ പേയ്മെൻറ്റുകൾ കൊടുക്കാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നു. 388.2 കോടി രൂപ അവരുടെ ഡിജിറ്റൽ ഏജ് എന്നുള്ള പേരിലുള്ള സബ്സിഡിയറി കമ്പനിക്ക്, ആ സബ്സിഡിയറി കമ്പനിയുടെ പേരിൽ ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കും. 185.6 കോടി രൂപ KSAയിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും വെയർഹൗസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. 173.59 കോടി രൂപ അവരുടെ മറ്റൊരു സബ്സിഡിയറി ആയിട്ടുള്ള ഗ്ലോബൽ ബി എന്നുള്ള കമ്പനിക്ക് അക്വിസിഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. പിന്നെ 150 കോടി രൂപ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റിനും മറ്റും വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 150 കോടി രൂപ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. പിന്നെ 57.6 കോടി രൂപ ടെക്നോളജി ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട്, അതായത് പുതിയ ക്ലൗഡ് സെർവറിൻ്റെ ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാലൻസ് എമൗണ്ട് അവരുടെ ജനറലായിട്ടുള്ള മറ്റു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വലിയ വികസന പ്രവർത്തനങ്ങളും പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കുന്നതിനുമൊക്കെ ആയിട്ടാണ് ഈ തുക വിനിയോഗിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കാം. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു പുതുതലമുറ കമ്പനി നഷ്ടത്തിൽ പോകുന്ന കമ്പനിയാണ് ഇഷ്യൂവിന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂ ജനറേഷൻ കമ്പനിയാണ് fastcry.comൻ്റെ ഈ കമ്പനി. ഇതും നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നഷ്ടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് റവന്യൂ സൈഡ് നമുക്കൊന്ന് പരിശോധിക്കാം. റവന്യൂ 2022 2516.92 കോടി രൂപയാണത്. അടുത്ത വർഷം 5731.28 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2024 നോക്കൂ, 6575.08 കോടി രൂപയാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവരുടെ അറ്റാദായത്തിലേക്ക് വരികയാണെങ്കിൽ നോക്കാം. നഷ്ടത്തിലാണ് 2022 78.69 കോടി രൂപയുടെ നഷ്ടം. 2023 ആയപ്പോഴത്തേക്കും 486.06 കോടിയുടെ നഷ്ടമായിട്ട് ഉയർന്നു. പിന്നീട് 2024 ആയപ്പോഴത്തേക്കും അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതായത് നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ്. 321.51 കോടി രൂപയാണ് 2024 ലോസായിട്ട് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോസ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ക്രൈയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഓപ്പറേഷണൽ കോസ്റ്റ് തന്നെയാണ്. ഹൈ ഓപ്പറേഷണൽ കോസ്റ്റാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ വളരെയധികം ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ കമ്പനിക്കുണ്ട്. അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസുകളുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഡിസ്കൗണ്ട് സെയിൽസ് അതൊരു വലിയ കാരണം തന്നെയാണ്. ഡിസ്കൗണ്ട് പ്രൊമോഷൻ എന്നുള്ള ഒരു ഹെഡിൽ അവർക്ക് കുറച്ച് സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രധാനമായിട്ടും
അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും എക്സ്പാൻഷൻ ഒരു കാരണമാണ്. എക്സ്പാൻഷന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകൾ അത് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാരണം മാർക്കറ്റിംഗ് കോസ്റ്റാണ്. അഡ്വർടൈസ്മെൻറ്റിനും മാർക്കറ്റിങ്ങിനും സെയിൽസ് പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസ് വലിയ തോതിൽ വരുന്നുണ്ട്. അതും ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഓംനി ചാനൽ ആയതുകൊണ്ട്, ഈ ഓൺലൈൻ കച്ചവടമായതുകൊണ്ട് വരുന്ന റിട്ടേൺസ്, സെല്ല് ചെയ്ത സാധനം റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ റീഫണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസുകൾ, ഇതെല്ലാം കൊണ്ടാണ് ഈ 321.51 കോടി രൂപയുടെ 2024 ഈ നഷ്ടം കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ടോപ്പ് ലൈനിൽ 15%, ഏകദേശം 14.72% റവന്യൂവിൽ വർധനവുണ്ടായപ്പോൾ 34%-ത്തിനടുത്താണ് ഇതിൻ്റെ നെറ്റ് ഇൻകത്തിൽ അല്ലെങ്കിൽ അറ്റാദായത്തിൽ വർധനവുണ്ടായിട്ടുള്ളത് 2023 നിന്ന് 24 നോക്കുമ്പോൾ. അപ്പോൾ റവന്യൂവിനേക്കാൾ കൂടിയ ഒരു വളർച്ച അതിൻ്റെ നെറ്റ് ഇൻകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും പോസിറ്റീവിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത് അതിവേഗത്തിൽ അത് റിക്കവർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ബ്രെയിൻ ബി സൊല്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. IPOയുടെ ഡേറ്റ് 6 മുതൽ 8 വരെയാണ്, ഓഗസ്റ്റ് മാസത്തിൽ. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 440 രൂപ മുതൽ 465 രൂപ വരെയാണ്. ഫ്രഷ് ഇഷ്യൂ 1666 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 5.4 കോടി ഓഹരികളാണ്. അതിന് അപ്പോൾ 2527.73 കോടി രൂപയ്ക്കുള്ളതാണ്. ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 4193.73 കോടി രൂപയ്ക്കുള്ളത് വരും. അപ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 32 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 2 രൂപയുടെ ഓഹരിക്കാണ് 465 രൂപ അപ്പർ ബാൻഡായിട്ട് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. റീറ്റെയിൽ അലോക്കേഷൻ 10% മാത്രമേ ഉള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. 15% HNIസിനും 10% മാത്രമേ റീറ്റെയിലേഴ്സിനുള്ളൂ. ഇതിൻ്റെ അലോക്കേഷൻ വരുന്നത് ഓഗസ്റ്റ് 9 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കമ്പനി. ഓഗസ്റ്റ് 13 ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇത് മാർക്കറ്റ് ക്യാപ്പ് ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 24,141.75 കോടി രൂപയ്ക്കുള്ളതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ. ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ള ന്യൂ ജനറേഷൻ ബിസിനസ്സാണ് ഇത്. ഓൺലൈനായിട്ടുള്ള ഫസ്റ്റ് ക്രൈയുടെ ഈ ബിസിനസ് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. അവരുടെ റീറ്റെയിൽ ഷോപ്പുകളാണെങ്കിൽ 500-ൽ പരം നഗരങ്ങളിൽ ഇന്ത്യയിൽ ആകെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഫസ്റ്റ് ക്രൈയുടെ പ്രോഡക്റ്റുകൾ ഇല്ലാത്തതും കുട്ടികളുള്ള വീടുകളിലെല്ലാം തന്നെ ഈ ഫസ്റ്റ് ക്രൈയുടെ ഒരു പ്രോഡക്റ്റെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും തന്നെ വനിതകളടക്കം അമ്മമാരും കുട്ടികൾക്കും എല്ലാം തന്നെ ഫസ്റ്റ് ക്രൈയുടെ ആരാധകരായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. വളരെയധികം മൂല്യമുള്ള ഒരു ഡിമാൻഡുള്ള ഒരു കമ്പനിയാണ് ഫസ്റ്റ് ക്രൈ. ഇപ്പോൾ നഷ്ടത്തിലാണെങ്കിൽ പോലും ആ നഷ്ടത്തിൻ്റെ കാരണങ്ങളെല്ലാം നമ്മളിപ്പോൾ വിശദമായിട്ട് പരിശോധിച്ചു. അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് റിക്കവറിയിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു കമ്പനി തന്നെയായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റിങ്ങിൽ ചെറിയ ഒരു ലാഭം കിട്ടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ബ്രെയിൻ ബി സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ അഥവാ fastcry.comൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഇതിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റുകൾ ഇടാനും ഒന്നും മടിക്കേണ്ട. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണേണ്ടതാണ്. അതുവരെ ബൈ.